Hello everyone. Welcome back to one more session. നമ്മളിപ്പോൾ അന്നേരം എക്സസൈസ് 7.3 അതായത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസിന്റെ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസിൽ നമ്മളിപ്പോൾ രണ്ട് എക്സസൈസ് കഴിഞ്ഞു അല്ലെ. മൂന്നാമത്തെ എക്സസൈസിൽ നമ്മൾ NPRന്റെ ഫോർമുലയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലോജിക്ക് മനസ്സിലാക്കിയ. ഈ NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഇത് എന്താണെന്ന് ഞാൻ ഇതിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ലെറ്റ്സ് സേ 5 നമ്പറുകൾ ഉണ്ട്. നിങ്ങൾക്ക് 0, 5, 7, 2, 1 ഇത്രയും നമ്പറുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 5 നമ്പറുകൾ ഇതാന്ന് വെച്ചോ. ഇത്രയും നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 3 നമ്പർ മതി. അതായത് ആദ്യത്തെ നമ്പർ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ഈ 5 നമ്പറുകളിൽ ഏതെണ്ണം വേണമെങ്കിലും ആദ്യത്തെ ഡിജിറ്റ് ആയിട്ട് എടുക്കാം. ഇപ്പൊ റെപ്പറ്റീഷൻ അലൗഡ് അല്ലെങ്കിൽ ഇവിടെ എത്ര രീതിയിൽ? ഇവിടെ 5 എണ്ണത്തിൽ ഏതെടുത്തോ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ 4 രീതിയിലേ പറ്റും. ഇവിടെ എത്ര രീതിയിൽ പറ്റും? ഇവിടെ 3 രീതിയിൽ പറ്റും. ഇങ്ങനെയല്ലേ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇങ്ങനെയല്ലേ ഇത് കണ്ടുപിടിക്കുന്നത്? അതായത് 5 into 4 into 3 എന്ന് എഴുതും അല്ലെ. ഇതങ്ങ് എഴുതും അല്ലെ, 5 into 4 into 3 എന്ന്. പക്ഷെ ഇത്രയും ചിന്തിച്ച് എഴുതാനായിട്ട് കുറച്ച് പാടല്ലേ. എന്നിട്ട് ഇതിനെ പെട്ടെന്ന് നമുക്കൊരു ഫാക്ടോറിയൽ നൊട്ടേഷൻസിൽ എഴുതാമെങ്കിലോ, ഈ 5 into 4 into 3 അതിന്റെ കൂട്ടത്തിൽ ഞാൻ 2നും 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സെയിം സാധനം തന്നെയല്ലേ 5 into 4 into 3 എന്നുള്ളതിനെ. അതെല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടല്ലോ. ഈ മുകളിലുള്ള കാര്യം എന്താണ്? നത്തിങ് ബട്ട് 5 ഫാക്ടോറിയൽ. താഴെയുള്ളത് എന്താണ്? നത്തിങ് ബട്ട് 2 ഫാക്ടോറിയൽ. അപ്പോ ഇപ്പൊ നമുക്ക് n കാര്യങ്ങളുണ്ട്. ഇവിടെ 5 കാര്യങ്ങൾ ഉള്ളപ്പോൾ അതിൽ നിന്ന് നമുക്ക് 3 കാര്യത്തെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന് എഴുതി. ദാറ്റ് ഇസ് സെയിം ആസ് 5 ഫാക്ടോറിയൽ ബൈ പിന്നെന്താണ് 5 മൈനസ് 3 ഫാക്ടോറിയൽ നിന്ന് എടുക്കാം. 3 കാര്യം സെലക്ട് ചെയ്തപ്പം അപ്പം 5 കാര്യമുള്ളതിനെ 3 കാര്യം സെലക്ട് ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് 3 കാര്യം സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് 5p3 എന്ന് എഴുതാം. 5p3യുടെ ഡെഫിനിഷൻ എന്താണ്? 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ. അത് തന്നെയാണല്ലോ നമുക്ക് ഇവിടെയും ഉള്ളത്. ഈ ഒരു ലോജിക്ക് മാത്രമാണ്, അതിനെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടുന്ന രീതിയിൽ എഴുതുന്ന ഒരു ലോജിക്ക് മാത്രമാണ് ഈ NPR എന്ന് പറയുന്ന നൊട്ടേഷൻ. കൂടുതലായിട്ട് ചിന്തിക്കൊന്നും വേണ്ട, ഒരു ഫോർമുല ഇട്ടങ്ങ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ലെറ്റ്സ് സേ 7 കാര്യങ്ങളുണ്ട്. ലെറ്റ്സ് സേ ABCDEFG 7 കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാൻ എന്താ ചെയ്യുന്നത്? 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാൻ ആദ്യത്തെ സ്ലോട്ട് 7 രീതിയിൽ ഫില്ല് ചെയ്യാം, അടുത്തത് 6 രീതിയിൽ ഫില്ല് ചെയ്യാം, അടുത്തത് 5 രീതിയിൽ. അതായത് 7 into 6 into 5 അതായത് 42 into 5 210 രീതിയിൽ നമുക്ക് ഇതിനെ ഫോം ചെയ്യാം, വേർഡ്സ് ഫോം ചെയ്യാമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അല്ലെ. 210 രീതിയിൽ നമുക്ക് ഇത് ഫോം ചെയ്യാമെന്ന് എല്ലാവരും മനസ്സിലായി. ഇതേ രീതിയിൽ ഇതേ കാര്യത്തെ നമുക്ക് ഈ 7 into 6 into 5നെ നമുക്ക് 7 into 6 into 5 into 4 into 3 into 2 into 1 എന്ന് എഴുതി കഴിഞ്ഞാൽ താഴെയും 4 into 3 into 2 into 1 എന്ന് എഴുതി കഴിഞ്ഞാൽ എളുപ്പമായല്ലോ. സെയിം സാധനമാണല്ലോ. എന്താ ഇത് എളുപ്പമാകുന്നത്? ഇത് കാര്യമായിട്ട് പെട്ടെന്ന് നമുക്ക് 7 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഇതിനെ 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ isn't it same as 7 കാര്യത്തെ 3 കാര്യം എടുക്കുമ്പോൾ 7p3 എന്ന് എഴുതാം. 7p3യുടെ മീനിങ് നമുക്ക് 7 കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്തതിനെയാണ് 7p3 എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 7 ഫാക്ടോറിയൽ ബൈ 7 മൈനസ് 3 ഫാക്ടോറിയൽ ആണല്ലോ. ദാറ്റ് ഇസ് 7 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. സെയിം ആൻസർ മാച്ചിങ് ആണല്ലോ. സോ ഇതിനെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി എഴുതുന്ന ഒരു കാര്യം മാത്രമാണിത്. അപ്പൊ NPR എന്ന് പറഞ്ഞാൽ എന്താണ്? NPR എന്ന് പറഞ്ഞാൽ n കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ 6 എണ്ണത്തിനെ സെലക്ട് ചെയ്യുന്ന എഴുതുന്ന എളുപ്പ ഒരു വഴി. അതിന് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ കാര്യം NPR എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിന്റെ ലോജിക്ക് ഇവിടെ നിന്നാണ് വരുന്നത്. എല്ലാവർക്കും ഫോർമുല അറിയാം, പക്ഷെ ലോജിക്ക് ഇതാണ്. n കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ 6 കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇപ്പം 6 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് 3 കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ്? 6p3 എന്ന് പറയുന്നത്. അതായത് 6 ഫാക്ടോറിയൽ ബൈ 6 minus 3 factorial, which is same as 6 factorial by 3 factorial, which is 6 into 5 into 4 into 3 factorial by 3 factorial, which is 30 into 4, which is 120 എന്ന് നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ സാധിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ ലോജിക്ക് മനസ്സിലായല്ലോ, NPRന്റെ ലോജിക്ക് മനസ്സിലായല്ലോ. എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? n ഡിഫറെന്റ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് 6 ഡിഫറെന്റ് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ജെയ്സും സാമും നിതിനും എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം സാം, ജെയ്സ് ആൻഡ് മിഥുൻ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് നമ്മൾ പറയുവാണെങ്കിൽ പെർമ്യൂട്ടേഷൻസ് വെൻ, അടുത്ത ഹെഡിങ് ഉള്ളത് പെർമ്യൂട്ടേഷൻസ് വെൻ
all the objects are not distinct. ഇപ്പൊ നിങ്ങൾക്ക് TOO എന്നുള്ള വേർഡിന്റെ ലെറ്റേഴ്സ് നമ്മൾ എഴുതി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം 3 into 2 into 1 6 വേർഡ്സ് പറ്റും. പക്ഷെ ഇവിടെ TOO ഈ OA1 ഉം O2 എന്നും എഴുതി കഴിഞ്ഞാൽ O1 TO2 ഉം O1 O2 TO1 ഉം TO2 O1 ഉം TO1 O2 ഉം പിന്നെന്താ O1 O2 T ഉം O2 O1 T ഉം ഇങ്ങനെ ടോട്ടൽ 6 സാധനമുണ്ട്. പക്ഷെ ഈ O1 ഉം O2 തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതും സെയിം ആയിട്ട് ടെക്നിക്കലി വരും. ഇതും സെയിം ആയിട്ട് ടെക്നിക്കലി വരും. ഇതും ടെക്നിക്കലി സെയിം ആയിട്ട് വരും. ആക്ച്വലി അന്നേരം 6 എണ്ണം ഇല്ല, 3 ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സേ പറ്റുള്ളൂ. അതായത് OTO പറ്റും, TOO പറ്റും, OOT പറ്റും. ഇങ്ങനെ 3 അറേഞ്ച്മെന്റ്സേ പറ്റത്തുള്ളൂ. ഇതിനെ നമ്മൾക്ക് മാത്തമാറ്റിക്കലി എഴുതുവാണെങ്കിൽ ആക്ച്വലി എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 എണ്ണം. അതിനെ 3 ഫാക്ടോറിയൽ. അതിൻ്റെ അകത്ത് സെയിം ആയിട്ടുള്ള കാര്യങ്ങളെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയുക. 2 എണ്ണം സെയിം ആയിട്ട് വരുന്നുണ്ട്, അതിനെ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദ ആൻസർ വിൽ ബി 3. ഇത്രയേ ഉള്ളൂ. സെയിം അല്ല, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ വേർഡ് റൂട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുന്നത്? അപ്പൊ നമ്മൾ 4 കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് 4 ഫാക്ടോറിയൽ വേസിൽ ചെയ്യാം. ഡിവൈഡഡ് ബൈ എത്ര എണ്ണമാണ് സെയിം ആയിട്ടുള്ള? 2 എണ്ണം സെയിം ആയിട്ടുണ്ട്, അതായത് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതായത് 24 ഡിവൈഡഡ് ബൈ 2, അതായത് 12 എന്ന് നമുക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ, കാര്യങ്ങളെല്ലാം പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് when p are of same kind. p of same kind എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതുന്നത്? n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ ബൈ സെയിം ആയിട്ടുള്ള സാധനങ്ങളെ p ഫാക്ടോറിയൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ വീണ്ടും n കാര്യങ്ങളില് k1 are of same type, k2 are of same type, k3 are of same type. എക്സാമ്പിൾ നമുക്കിപ്പോ ഇൻഡിപെൻഡൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര കാര്യങ്ങൾ സെയിം ആയിട്ടുണ്ട്? 2 n ഉണ്ട്, i ഒന്നേ ഉള്ളൂ, d 2 ഉണ്ട്, e എത്രയുണ്ട്? 4 e's ഉണ്ട് അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻസിന് ടോട്ടൽ എത്ര? 12 ഫാക്ടോറിയൽ വേർഡ്സ് ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് ഇവിടെ 2 എണ്ണം സെയിം ആണ്, 2 ഫാക്ടോറിയൽ, 2 എണ്ണം സെയിം ആണ്, 2 ഫാക്ടോറിയൽ, ഈ 4 എണ്ണം സെയിം ആണ്, 4 ഫാക്ടോറിയൽ. അതേപോലെ n കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് k1 സെയിം ആണെങ്കിൽ k1 ഫാക്ടോറിയൽ ഇൻറ്റു k2 ഫാക്ടോറിയൽ ഇൻറ്റു k3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇവിടുത്തെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ k1 എന്ന് പറയുന്നത് 2 n വരുന്നുണ്ട്, 2 d വരുന്നുണ്ട്, 4 e വരുന്നുണ്ട്. അപ്പൊ റെപ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻസ് എഴുതുന്നത് ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ്. കാര്യം മനസ്സിലായോ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ പിടികിട്ടും, പേടിക്കണ്ട. അപ്പൊ നമുക്ക് എക്സാമ്പിൾ 9 എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എക്സാമ്പിൾ 9 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫൈൻഡ് ദ പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അലഹബാദ്. ഓക്കെ, ഈ അലഹബാദിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് ലെറ്റേഴ്സ് 4 4 9 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൻ്റെ അത് സെയിം കൈൻഡ് ഏതൊക്കെയുണ്ട്? 4 A's സെയിം കൈൻഡ് ആണ്, പിന്നെ എന്താണ്? 2 L's സെയിം കൈൻഡ് ആണ്. ഇത്രയും കാര്യമല്ലേ നമുക്ക് സെയിം ആയിട്ടുള്ളത്. ഇതിനെ നമ്മൾക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. നോർമലി നമ്മൾ എത്രയാണ്? 9 ലെറ്റർ ഉള്ളതുകൊണ്ട് 9 ഫാക്ടോറിയൽ വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ 4 ആർ ഓഫ് സെയിം കൈൻഡ് അല്ലേ? പിന്നെ എന്താണ്? 2 ആർ ഓഫ് സെയിം കൈൻഡ്, 2 ഫാക്ടോറിയൽ. ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ പോരെ? 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ ദാറ്റ് ഷുഡ് ബി 9 into 8 into 7 into 6 into 5 into 4 factorial by 4 factorial into 2 factorial. 4 factorial 4 factorial വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് 3 ആയി മാറി. ഇതിനെ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് ശ്രമിക്കാം. എങ്ങനെ എഴുതുന്നതെന്ന്? 8 9s are 72 into 7 into 15 നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും അല്ലെ? ഇപ്പൊ ഇതിന് 720 plus 360 എന്ന് എഴുതാം. ഞാൻ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇൻറ്റു 10 into 5 എന്ന് എഴുതിക്കാം. 72 into 15 എങ്ങനെ എഴുതാമല്ലോ? 720 plus 360 whole thing into 7. That is 0 8 1080 into 7. ഇങ്ങനെ എന്താ ഞാൻ ഈ 0 കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാ?
ഞാൻ ഈ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാത്ത എന്തുകൊണ്ടാ? 0 വരുവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവില്ലേ, മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമല്ലേ? 0 8 7s are 56, remainder 5 7560 will be the answer. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എസ്പെഷ്യലി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ സീറോകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ 5 ഒക്കെ വരുമ്പോൾ അതിൽ നിന്നൊരു 0 കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യം എളുപ്പമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ 10. എക്സാമ്പിൾ 10ൽ പറയുന്നത് how many 4-digit numbers can be formed using the digits 1 to 9, അതായത് 1 2 3 etc. up to 9 if repetition is not allowed. ഇപ്പൊ എന്താ പറയുന്നത് നോട്ട് അലൗഡ് എന്ന് പറയുന്നത്? എക്സാമ്പിൾ എത്രയാണ്? 1 2 3 4 എക്സാമ്പിൾ ആണ്, 9 1 2 3 ഒരു എക്സാമ്പിൾ ആണ്, ഇതെല്ലാം എക്സാമ്പിൾ ആണ്. ഇങ്ങനെ എത്ര ലെറ്റേഴ്സ്, എത്ര ഡിജിറ്റ്സ്, എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താ 9 നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് 4 സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും റെപ്പറ്റീഷൻ ഒന്നും വരുന്നില്ലല്ലോ. റെപ്പറ്റീഷൻ അലൗഡ് എന്ന് പറഞ്ഞാൽ ക്ലാസിക് ഡെഫിനിഷൻ ഓഫ് NPR അല്ലേ? 9 സാധനം തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് 6 സാധനം എടുത്ത് അറേഞ്ച് ചെയ്യാം. NPR എന്ന് പറയുന്നത് എത്രയാണ്? NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അപ്പൊ 9PR എന്ന് പറയുന്നത് എത്രയാണ്? 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 4 ഫാക്ടോറിയൽ അല്ലെ? ദാറ്റ് ഇസ് 9 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ which is same as 9 into 8 into 7 into 6 into 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും വെട്ടിപ്പോകാം, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് എത്രയാ വരുന്നത്? 8 9s are 72 into 42 എന്ന് വരത്തില്ലേ? 72 into 42. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 72 into 42 എടുത്തു കഴിഞ്ഞാൽ 4 ഉണ്ട്, 14 ഉണ്ട്, 8 ഉണ്ട്, 28 ഉണ്ട്, 4 ഉണ്ട്, 12 ഉണ്ട്, റിമൈൻഡർ 1 ഉണ്ട്, 10 ഉണ്ട്, 3024 അല്ലെ? സോറി. സോ ദി ആൻസർ ഷുഡ് ബി 3024. അത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവുന്ന കാര്യമല്ലേ ഇത്? എല്ലാവർക്കും ഈ കാര്യവും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും. ഓക്കെ, അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടും ഞെട്ടണ്ട, നിങ്ങൾ പതുക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. ഓരോ ചോദ്യത്തിൽ നിന്നും നിങ്ങളുടെ ബുദ്ധി നന്നായിട്ട് വളരുന്ന ഒരു ചാപ്റ്റർ ആണ്. തിടുക്കമൊന്നും വേണ്ട, കുറച്ച് സമയമെടുത്ത് ചിന്തിച്ച് കാര്യം പഠിച്ചിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ 11ലേക്ക് കിടക്കാം. എക്സാമ്പിൾ 11ൽ എന്താന്ന് പറയുന്നത്? ഹൗ മെനി നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 and 1000. ഹൗ മെനി നമ്പേഴ്സ്, ഞാൻ മൊത്തത്തിൽ എഴുതുന്നില്ല, നിങ്ങൾ നോട്ടിൽ വേണമെങ്കിൽ ചോദ്യം വേണമെങ്കിൽ എഴുതിയെടുക്കുക. പ്രിഫറബിളി NCERT ടെക്സ്റ്റും ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ഹൗ മെനി നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 and 1000 can be formed with the digits 0 1 2 3 4 5 if the repetition of digits is not allowed. If the repetition of digits is not allowed. Okay, repetition പാടില്ല. അതായത് 122 എന്ന് പറയുന്ന നമ്പർ നമുക്ക് പറ്റത്തില്ല, 123 എന്ന് പറയുന്ന നമ്പർ പറ്റും. ഹൗ മെനി നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 to 999. ഇതിനിടയ്ക്കുള്ള എത്ര നമ്പേഴ്സ് യു ക്യാൻ ഫോം യൂസിങ് 0 1 2 3 4 5? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊരു കൺക്ലൂഷൻ ഉള്ളത്? എവറി നമ്പർ ലൈയിങ് ബിറ്റ്വീൻ 100 and 1000 അതൊരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കണമല്ലോ. ദിസ് ഷുഡ് ബി എ 3 ഡിജിറ്റ് നമ്പർ. ഈ കാര്യം എല്ലാവർക്കും അറിയാലോ അല്ലെ? നമുക്ക് ഈ ടോട്ടൽ 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടല്ലോ? എന്നിട്ട് റെപ്പറ്റീഷനും അലൗഡ് അല്ല. അപ്പൊ നമുക്ക് 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ കോമ്പിനേഷൻ ഓഫ് 3 എത്രയാണ്? 6p3 എന്ന് നമുക്കറിയാം അല്ലെ? 6p3 എന്ന് നമുക്കറിയാം. ദാറ്റ് ഇസ് 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ വിച്ച് ഇസ് 6 ഫാക്ടോറിയൽ അല്ലെ? ഈ കാര്യം നമുക്കറിയാം. പക്ഷെ ഇതിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എന്താണ്? This also includes the cases where 0 is coming as the first digit അല്ലെ? ഈ 019 എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ ആണോ? അല്ല. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ എല്ലാം തന്നെ നമുക്ക് കളയണം അല്ലെ? ഈ 6p3 ഈ കേസുകളും പെടുന്നുണ്ട്. എല്ലാവർക്കും ആ ലോജിക്ക് മനസ്സിലായല്ലോ? ഈ 6p3 എടുത്തപ്പോൾ നമ്മൾ ഒരു എക്സ്ക്ലൂഷനും നടത്തിയില്ല. പക്ഷെ നമുക്ക് ലോജിക്കലി അറിയാം, ആദ്യത്തെ ഡിജിറ്റ് 0 വന്നു കഴിഞ്ഞാൽ അതൊരു 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണ്? ഇതിനെ നമുക്ക് മാറ്റണം. എങ്ങനെ മാറ്റുന്നേ? ഇതിനെ മാറ്റാനായിട്ട് നമ്മളൊരു കാര്യം അങ്ങ് ചെയ്യും. ഈ 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 0യെ അങ്ങ് ഫിക്സ് ചെയ്യാം.
സീറോ അങ്ങ് ഫിക്സ് ചെയ്ത ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഫസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് വന്ന ബാക്കി 5 ഉണ്ട്. അതിൻ്റെ അകത്ത് 2 എണ്ണം സെലക്ട് ചെയ്ത് വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം അല്ലെ. 0 ആദ്യം വന്നിട്ട് 5 വന്നു കഴിഞ്ഞാൽ ബാക്കി 5 നമ്പേഴ്സിൽ നിന്ന് ഏത് 2 എടുത്തു കഴിഞ്ഞാലും അത് ഇവിടെ ഫില്ല് ചെയ്ത് വരുമ്പോൾ 0, 2, 3, 0, 5, 4 ഇങ്ങനത്തെ നമ്പർ എല്ലാം വരും. അതിനെ അങ്ങ് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അതായത് നമുക്ക് 6p3 ടോട്ടൽ നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണം 5p2 രീതിയിലല്ലേ. ആ 5p2 നമ്പേഴ്സ് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. ലോജിക്ക് മനസ്സിലായോ? നിങ്ങളുടെ തല ഷട്ടർ പോലെ തുറക്കുന്ന കട തുറക്കുന്നുണ്ടല്ലേ, ഷട്ടർ കട 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 അതേപോലെ ബ്രെയിൻ തുറക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ടോട്ടൽ നമുക്ക് 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നും ചിന്തിക്കാതെ 6 നമ്പേഴ്സിന്റെ 3 എണ്ണം വെച്ച് എടുത്തു കഴിഞ്ഞാൽ 6p3 രീതിയിൽ നമ്പേഴ്സ് ഉണ്ടാക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഡിജിറ്റ്സ് വേർ 0 is coming into play. എക്സാമ്പിൾ 0, 2, 3 എന്ന് പറയുന്നതും അതിൻ്റെ അകത്ത് പെടുന്നുണ്ട് അല്ലെ. പക്ഷെ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. അങ്ങനത്തെ എല്ലാ നമ്പേഴ്സ് എത്ര അങ്ങനത്തെ നമ്പേഴ്സ് വരുന്നുണ്ട്, എത്ര നമ്പേഴ്സ് അങ്ങനെ വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 0 അങ്ങ് ഫിക്സ് ചെയ്യാം. അതായത് ഒരു രീതിയിൽ ഇതിനെ അങ്ങ് ഫിക്സ് ചെയ്തു. ബാക്കി 2 സ്ലോട്ടുകളിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 5p2 രീതിയിൽ. കാരണം 0 ഒഴികെ ബാക്കിയുള്ള 5 ഡിജിറ്റ്സിനെ എടുത്തിട്ട് അതിൽ നിന്ന് 2 സെലക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അതിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ആൻസർ ആയല്ലോ. 6p3 എന്ന് പറയുന്നത് 6 factorial by 3 factorial മൈനസ് 5 factorial by 3 factorial അല്ലേ. അതായത് 1/3 factorial into 6 factorial minus 5 factorial എന്ന് നമുക്ക് കിട്ടാം. So that is equal to 1/3 factorial into 6 into 5 factorial minus 5 factorial. 5 factorial കോമൺ എടുത്താൽ 5 factorial by 3 factorial into 6 minus 1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലെ. So this is 5 into 4 into 5. This is 100. ടോട്ടൽ നമുക്ക് എത്ര ഇങ്ങനത്തെ നമ്പേഴ്സ് പറ്റും? 100 നമ്പേഴ്സ് പറ്റുമെന്ന് മനസ്സിലാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ചോദ്യമാണ്. ഈ ചോദ്യം ഒന്നും കണ്ട് പേടിക്കണ്ട. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ കുറെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 12 എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എക്സാമ്പിൾ 12 വളരെ സിമ്പിൾ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n such that ആദ്യത്തത് np5 is equal to 42 times of np3 where n is greater than 4. ഇതാണ് ചോദ്യം. 42 times of np3. np5 എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ്? n factorial by n minus 5 factorial. ഇങ്ങനെ എഴുതാലോ. This is equal to 42 times of np3 എന്ന് പറയുന്ന n factorial by n minus 3 factorial എന്ന് എഴുതാലോ. നമുക്ക് ഇങ്ങനെ എഴുതാം. So this is n factorialum വെട്ടിപ്പോയാൽ 1 by n minus 5 factorial. ഈ n factorial വെട്ടിപ്പോയില്ലേ. So 1 by n minus 5 factorial is equal to 42 divided by n minus 3 factorial നെ n minus 3 into n minus 4 into n minus 5 factorial എന്ന് എഴുതാം അല്ലെ. n minus 3 ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ n minus 4 കിട്ടി. അപ്പൊ അതിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്ത n minus 5 factorial എന്ന് എനിക്ക് എഴുതാലോ. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. So n minus 5 factorial n minus 5 factorial പോയി. So you will get n minus 3 into n minus 2 is equal to 42 എന്ന് കിട്ടി. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറില്ലേ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ n square minus 7n minus 30 equal to 0 എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? n minus 10 into n plus 3 equal to 0. അതായത് n is equal to 10 ആകാം, അല്ലെങ്കിൽ n is equal to minus 3 ആകാം. n ന് നെഗറ്റീവ് ആകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ n is equal to 10 നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് n is equal to 10 എന്ന് നമുക്ക് എഴുതാം. കാര്യം പിടികിട്ടിയല്ലോ? എല്ലാവർക്കും തന്നെ കാര്യം പിടികിട്ടിയല്ലോ? n is equal to 10 ആണ്. എല്ലാവർക്കും ഫാക്ടറൈസ് ചെയ്യാനൊക്കെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡയറക്ട്ലി എഴുതിയത്. ഇതിനെ വേറൊരു ലോജിക്കും വെച്ച് എനിക്ക് ചെയ്യായിരുന്നു. ഇതൊരു നമുക്ക് ജിക്ക് അപ്ലൈ ചെയ്യാവുന്ന ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ ലോജിക്ക് എന്ന് പറയുന്നത്? സി n minus 3 into n minus 2 അല്ലെ is equal to 42. See, n minus 3 n minus 2 two continuous numbers ആണല്ലോ. 2 continuous integers ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആലോചിക്കാം. ഈ 42നെ നമുക്ക് 2 കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? 6 into 7 എന്ന് എഴുതിക്കൂടെ? അപ്പൊ n minus 3 n minus 2 2 കണ്ടിന്യൂസ് നമ്പർ. വളരെ ഇമ്പോർട്ടന്റ് ലോജിക് ആണ്. വളരെ എളുപ്പത്തിൽ പെർമ്യൂട്ടേഷന്റെ ഈ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. n minus 3 n minus 2 2 കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ്. റൈറ്റ് സൈഡും 2 കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള സ്മോളർ വാല്യൂ എന്ന് പറയുന്നത് n minus 3.
should be same as the smaller value in the right hand side which is 6. അതായത് n is equal to n minus 3 into n minus 2 അല്ലല്ലോ, സോറി ഇത് n minus 4 അല്ലായിരുന്നു, സോറി n minus 4 ആണ്, സോറി n minus 3 into n minus 4 ആണ്. n minus 3 into n minus, സോറി ഞാൻ പറയുവാണേ, n minus 3 into n minus 4 എന്ന് പറയുന്ന രണ്ട് കണ്ടിന്യൂസ് നമ്പേഴ്സ് അല്ലേ. ഇതിന്റെ അകത്ത് സ്മോളർ നമ്പർ എന്ന് പറയുന്നത് n minus 4 in the left hand side should be same as smaller number in the right hand side which is 6. അതായത് n is equal to 10 എന്ന് ഇതിൽ നിന്നും വരാം. അല്ലെങ്കിൽ larger number in the left hand side, that is n minus 3 should be same as larger number in the right hand side which is 7. അതിൽ നിന്നും n is equal to 10 എന്ന് എഴുതാം. വളരെ ഈസി ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരെ ഒന്നും കൊണ്ടുപോയി ചടങ്ങാക്കാതെ എളുപ്പത്തിൽ ജെഇക്കൊക്കെ കണ്ടുപിടിക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. np4 ഡിവൈഡഡ് ബൈ n minus 1 p4 is equal to 5/3 where n is greater than 3. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? np4 നമുക്ക് n ഫാക്ടോറിയൽ ബൈ n minus 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ n minus 1 p4 നെ n minus 1 ഫാക്ടോറിയൽ ബൈ n minus 1 minus 4 ഫാക്ടോറിയൽ, ഇങ്ങനെയല്ലേ നമുക്ക് എഴുതുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു 5/3. അതായത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 4 ഫാക്ടോറിയൽ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, ഇൻടു n minus 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 1 ഫാക്ടോറിയൽ. ദിസ് ഇസ് ഈക്വൽ ടു 5/3 എന്ന് പറയാം. ഈ n ഫാക്ടോറിയലിനെ n ഇൻടു n minus 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഇൻടു n minus 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 4 ഫാക്ടോറിയലിനെ n minus 4 ഇൻടു 1 ലെസ് ദാൻ ദാറ്റ്, that is n minus 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഇൻടു n minus 1 ഫാക്ടോറിയൽ is equal to 5/3 എന്ന് നമുക്ക് എഴുതാം അല്ലെ. n minus 5 ഫാക്ടോറിയലും n minus 5 ഫാക്ടോറിയലും പോയി, n minus 1 ഫാക്ടോറിയലും n minus 1 ഫാക്ടോറിയലും പോയി. നമുക്ക് അപ്പോ എന്താ പറ്റിയത്? n ഡിവൈഡഡ് ബൈ n minus 4 എന്ന് പറയുന്ന 5/3 എന്ന് എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3n is equal to 5n minus 20 എന്നും 2n is equal to 20 എന്നും n is equal to 10 എന്നും നമുക്ക് കിട്ടി. വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടി. നമ്മൾ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ലോജിക് എന്താണ്? n ഫാക്ടോറിയലിനെ n ഇൻടു n minus 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ n minus 1 ഫാക്ടോറിയലിനെ n minus 1 ഇൻടു 1 ലെസ് ദാൻ ദാറ്റ്, that is n minus 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ n minus 1 ഫാക്ടോറിയലിനെ n minus 1 ഇൻടു n minus 2 ഇൻടു 1 ലെസ് ദാൻ ദാറ്റ്, that is n minus 3 ഫാക്ടോറിയൽ എന്നെല്ലാം എഴുതാം. ഈ ഒരു ലോജിക്ക് മാത്രമാണ് നമ്മൾ ഇവിടെ എല്ലാം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും എക്സാമ്പിൾ 13ലേക്ക് കടക്കാം. എക്സാമ്പിൾ 13 പറയുന്നത് ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫൈൻഡ് r if 5 times of 4pr is equal to 6 times of 5pr minus 1. So 5 times of 4pr എന്ന് പറയുന്നത് എത്രയാണ്? 4 factorial by 4 minus r factorial. This is equal to 6 into 5 factorial by 5 minus of r minus 1 factorial. ഇതല്ലേ ഇതിന്റെ അർത്ഥം? 5p r minus എന്ന് പറഞ്ഞാൽ 5 minus ഇവിടെ എന്തുണ്ടോ അതിന്റെ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഫാക്ടോറിയൽ അല്ലെ. So this is 5 into 4 factorial divided by 4 minus r factorial. This is equal to 6 into 5 factorial നെ 5 into 4 factorial എന്ന് എഴുതാം, divided by ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 5 minus of minus എന്ന് പറഞ്ഞാൽ 6 minus r factorial എന്ന് എനിക്ക് എഴുതാം അല്ലെ. ഇവിടുത്തെ 4 factorialum 4 factorialum വെട്ടിപ്പോയി, 5ഉം വെട്ടിപ്പോയി, 5ഉം വെട്ടിപ്പോയി. 1 divided by 4 minus r factorial is equal to 6 divided by 6 minus r factorial is 6 minus r into 1 less than that, that is 5 minus r into 1 less than that factorial, 4 minus r factorial എന്ന് എഴുതാൻ വെട്ടിപ്പോകും അല്ലെ. അതായത് 6 minus r into 5 minus r എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി അല്ലെ. അതായത് 6 minus r into 5 minus r എന്ന് പറയുന്നതിനെ എനിക്ക് 3 into 2 എന്ന് എഴുതാം. നമ്മുടെ പ്രീവിയസ് ലോജിക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനായി സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ള പ്രീവിയസ് ലോജിക് എന്താ? ഇതൊരു നമ്പർ, ഇത് അത് 1 ലെസ് ദാൻ ദാറ്റ്, ഇതൊരു നമ്പർ, അത് 1 ലെസ് ദാൻ ദാറ്റ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അത് 1 ലെസ് ദാൻ ദാറ്റ് എന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ലാർജർ നമ്പറും റൈറ്റ് ഹാൻഡ് സൈഡിലെ ലാർജർ നമ്പറും സെയിം ആയിരിക്കണമല്ലോ, അല്ലെ? സെയിം ആയിരിക്കണമല്ലോ, അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് എങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നേ? അതിൻ്റെ അകത്ത് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6 is equal to 6 minus r is equal to നമുക്ക് 3 എന്ന് എഴുതാം, അല്ലെ? അതായത് r is equal to 3 എന്ന് നമുക്ക് കിട്ടി, അല്ലെ? ഇതേ കാര്യം തന്നെ ലെഫ്റ്റ് സൈഡിലെ സ്മോളർ നമ്പർ 5 minus r is equal to റൈറ്റ് സൈഡിലെ സ്മോളർ നമ്പർ അവിടെയും r is equal to 3 എന്ന് കിട്ടി. ഇതിൽ രണ്ടിൽ നിന്നും നമുക്ക് r is equal to 3 എന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് r is equal to 8 എന്നും 3 എന്നും കിട്ടുന്നതായിട്ട് NCERT-ൽ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഈ r is equal to 8 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? 4p8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4 സാധനത്തിൽ നിന്ന് നമ്മൾ 8 സാധനം സെലക്ട് ചെയ്യുന്നു. ടെക്നിക്കലി എവിടെങ്കിലും പോസിബിൾ ആണോ 4 സാധനം തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 8 സാധനം സെലക്ട് ചെയ്യാൻ? പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 8നെ അങ്ങ് റിജക്ട് ചെയ്തിട്ട് 3 എന്ന് എടുക്കുന്നു. ഇവിടെ നമുക്ക് ഇത്രയും തലവേദനയൊന്നും ഇല്ലാതെ ഡയറക്ട്ലി r is equal to 3 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാര്യം പിടികിട്ടിയോ? ഓക്കെ. പക്ഷെ ബോർഡ് എക്സാമിന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് രണ്ടും എഴുതിയിട്ട് ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ 8നെ എലിമിനേറ്റ് ചെയ്യുമെന്ന് ഓർക്കുക. പക്ഷേ JEEക്കോ KEAMനോ എല്ലാം ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഈ ഒരു ലോജിക്ക് വെച്ച് ആൻസർ എഴുതിയെങ്കിൽ പോയാൽ മാത്രം മതി. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ? കാര്യം പിടികിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഈസി ആയിട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, എക്സാമ്പിൾ 14. എക്സാമ്പിൾ 14ൽ പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് 8 letter arrangement. 8 letter arrangements എന്ന് പറഞ്ഞ വേർഡ്സ്. Okay, 8 letter arrangements that can be formed from the letters of the word daughter, 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 so that first all vowels occur together. All vowels occur together. ഇതിൻ്റെ അകത്തുള്ള vowels ഏതൊക്കെയാണ്? AUE ആണ് ഇതിൻ്റെ അകത്തുള്ള vowels. ഇത് ഒരുമിച്ച് വരണം. അതായത് എക്സാമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DAUEGHTR ഇതൊരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ DUEAGHTR ഇതൊരു എക്സാമ്പിൾ ആണ്. ഇത് ഇവിടെ എല്ലാം തന്നെ വൗവൽസ് ഒരുമിച്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ DGHTRAUE ഇതെല്ലാം ഓരോ എക്സാമ്പിൾ ആണ്. ഇങ്ങനത്തെ എത്ര കോമ്പിനേഷൻ വേർ വൗവൽസ് ഒരുമിച്ച് നിൽക്കുന്നു. അവർക്ക് പേടിയാണ്, കോൺസണൻസിന് പേടിയാണ്. ഓക്കെ, അപ്പൊ AUE ഒരുമിച്ചിരിക്കട്ടെ. ബാക്കി ഏതൊക്കെയുണ്ട്? DGHTR ഇതും ഒരുമിച്ചിരിക്കട്ടെ. ഇങ്ങനെ നമുക്ക് 8 letter വേർഡ്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. ഇതും നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വെക്കുക. ഇത് ഒരുമിച്ചുള്ള ഒരു സാധനമാണ്, ഇത് ഒരുമിച്ചുള്ള സാധനമാണ്, അല്ലെ? ഈ ഒരുമിച്ചുള്ള സാധനത്തിനെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കി വെക്കുക, 1 ഗ്രൂപ്പ്. ബാക്കി എത്ര സാധനമുണ്ട്? 5. അപ്പൊ നമുക്ക് ടെക്നിക്കലി 8 സാധനത്തിനെ അറേഞ്ച് ചെയ്യുന്നതിന് പകരം ഈ 6 സാധനത്തിനെ അറേഞ്ച് ചെയ്താൽ മതി. കാരണം എന്താ? ബാക്കിയെല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മള് ബാക്കിയുള്ള 5 സാധനത്തിനെ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. പക്ഷെ ഈ 3 സാധനം ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ. അതിനെ ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് കൂട്ടിയിട്ട് ഈ 6 സാധനത്തിനെ നമുക്ക് അങ്ങ് അറേഞ്ച് ചെയ്താൽ പോലെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? 6 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെ? പക്ഷേ അതിന്റെ ഉള്ളിലും ഇതിനുള്ള ഇന്റേണൽ അറേഞ്ച്മെന്റ്, അതായത് ഈ AUEയും UEAയും വരുന്നത് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ആണ്, അല്ലെ? അതുകൊണ്ട് അതിന്റെ ഇന്റേണൽ അറേഞ്ച്മെന്റ്സിനെ നമ്മൾ ഫോളോഡ് ബൈ ദ 3 ഫാക്ടോറിയൽ രീതിയിൽ ചെയ്യുന്നു. സോ ദി ആൻസർ വിൽ ബി 6 ഫാക്ടോറിയൽ ഇൻടു 3 ഫാക്ടോറിയൽ. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടുന്നത് ഈ വൗവൽസ് എല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു കളിയാണ്. അപ്പൊ വൗവൽസിനെ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ ബാക്കി 5 സാധനം എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, അല്ലെ? സോ ആ 5 സാധനം പ്ലസ് ഈ ഒരുമിച്ചിരിക്കുന്ന AUEയെ നമ്മൾ ഒരു സിംഗിൾ ബ്ലോക്ക് ആക്കി മാറ്റി. അപ്പൊ ടോട്ടൽ 8 സാധനത്തിനെ അറേഞ്ച് ചെയ്യുന്നതിന് വരെ നമുക്ക് 6 സാധനത്തിനെ അറേഞ്ച് ചെയ്താൽ മതി. ആ അറേഞ്ച്മെന്റ് ചെയ്തു. പക്ഷേ അതിനുള്ളിലും ഈ 3 സാധനത്തിന്റെ ഇന്റേണൽ അറേഞ്ച്മെന്റ് വ്യത്യാസമാണ്. ആ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇതിനെ 3 ഫാക്ടോറിയൽ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു. സോ ദി ആൻസർ വിൽ ബിക്കം 6 ഫാക്ടോറിയൽ ഇൻടു 3 ഫാക്ടോറിയൽ. കാര്യം പിടിയോ? 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 720 ഇൻടു 6, അതായത് 0, 12, റിമൈൻഡർ 1, 4320 വേർഡ്സ് എന്ന് നമുക്ക് കിട്ടും. കാര്യം പിടിയിട്ടില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു
ചോദ്യമായിരുന്നു ഇത് 4320 വേർഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് all vowels do not occur together. അതായത് വന്ന് മൂന്നും ഒരുമിച്ച് വരാൻ പറ്റില്ല. AUDHTR ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എയും യുയും ഒരുമിച്ച് വന്നാം, പക്ഷെ മൂന്നെണ്ണവും ഒരുമിച്ച് വരാം. ഇങ്ങനത്തെ കേസുകൾ എത്ര വരും? ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. ആദ്യം നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ എത്രയാണ്? നമുക്കറിയാം DAUGHTR ഒരു കണ്ടീഷനും ഇല്ലെങ്കിൽ എത്ര എണ്ണം പറ്റും? 8 ഫാക്ടോറിയൽ വേർഡ്സ് പറ്റും അല്ലെ? ആ 8 ഫാക്ടോറിയലിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? കേസസ് വേർ ഓൾ വവൽസ് ആർ ടുഗദർ. അപ്പോൾ നമുക്ക് കിട്ടത്തില്ലേ ഓൾ ദ കേസസ് വേർ ഓൾ വവൽസ് ആർ നോട്ട് ടുഗദർ. അപ്പൊ എത്ര വരും? 8 ഫാക്ടോറിയൽ മൈനസ് ദ കേസസ് വേർ ഓൾ വവൽസ് ആർ ടുഗദർ. എത്രയാണ്? ഏത് കേസസ് ആണ് ഓൾ വവൽസ് ആർ ടുഗദർ? 6 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ ആണ് ഓൾ വവൽസ് ആർ ടുഗദർ. കാര്യം പിടികിട്ടിയോ? സോ ദിസ് ഇസ്, അപ്പൊ ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് the cases where all do not occur together എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കേസസിൽ നിന്ന് എല്ലാം ഒരുമിച്ച് വരുന്ന കേസസ് നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം നമുക്ക് വരുന്ന കേസ് എന്താണ്? the cases where all of them are not together അല്ലേ? so 8 factorial minus 6 factorial into 3 factorial. ഇതിന് നമുക്ക് 6 factorial കോമൺ എടുത്തു കഴിഞ്ഞാൽ 8 ഉം 7 ഉം വരും, മൈനസ് 3 ഫാക്ടോറിയൽ വരും, അത് 6 എന്ന് വരും അല്ലെ? ഇത്രയല്ലേ? നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോ. 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 720 into 50, അതായത് 720 into 50 നമുക്ക് 100/2 എന്ന് എഴുതാം. പെട്ടെന്നുള്ള കാൽക്കുലേഷൻ മെത്തേഡ്സ് ആണ് ഇതെല്ലാം. സോ ദി ആൻസർ വിൽ ബി 36000. ദിസ് ഷുഡ് ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എത്ര പെട്ടെന്നാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് കാൽക്കുലേഷൻ സിംപ്ലർ ആക്കാൻ പറ്റുന്നതെന്ന് ഓർക്കുക. കാൽക്കുലേഷനിൽ എപ്പോഴും സ്മാർട്ട് ആയിട്ട് ഓൾജിബ്രൈക് റൂൾസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇത് വളരെ നല്ലൊരു ചോദ്യമായിരുന്നു, കണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാനും കുറച്ച് പേടിച്ചതാണ്. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും, എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 15ലേക്ക് കടക്കാം. എക്സാമ്പിൾ 15 നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. എക്സാമ്പിൾ 15 പറയുന്നത് in how many ways can 4 red, 3 yellow and 2 green discs be arranged in a row if discs of the same color are indistinguishable. അതായത് സെയിം കൈൻഡ് ആണ് 6, അതായത് 3 റെഡ് കളർ, 4 റെഡ് കളറിലുള്ള, ഇപ്പൊ റെഡ് കളറിലുള്ള ബോൾസ് ഇപ്പൊ 4 ഡിഫറൻറ്റ് സൈസ് ആണെങ്കിൽ അത് ഡിസ്റ്റിംഗ്വിഷബിൾ എന്ന് പറയും. എല്ലാം ഒരേ സൈസിലുള്ള റെഡ് കളർ ആണെങ്കിൽ എല്ലാം സെയിം ടൈപ്പ് ആയിട്ട് വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഈ 9 കാര്യത്തെ നമുക്ക് എങ്ങനെ റോയിൽ അറേഞ്ച് ചെയ്യാം? അത് 9 ഫാക്ടോറിയൽ വേസിലായിരുന്നു, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ 4 എണ്ണം സെയിം കൈൻഡ് വരുന്നുണ്ട്, അതുകൊണ്ട് 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫോളോഡ് ബൈ ദാറ്റ് 3 എണ്ണം സെയിം വരുന്നുണ്ട്, 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 എണ്ണം സെയിം വരുന്നുണ്ട്, 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ വരുന്നത്? 9 into 8 into 7 into 6 into 5 into 4 ഫാക്ടോറിയൽ divided by 4 factorial into 3 factorial into 2 factorial 4 factorial 4 factorial വെട്ടിപ്പോയി. 3 factorial 6 സെയിം ആണ്, വെട്ടിപ്പോയി. ഇതും 8ഉം വെട്ടിപ്പോയി, 4 വന്നു അല്ലെ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? 4ഉം 5ഉം കൊണ്ടൊരു 0 കൊണ്ടുവരാം അല്ലെ? 9 7s are 63 into 20. So the answer will be 1260. സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ 20 കൊണ്ടുവന്നു. ഞാനിവിടെ നിങ്ങൾ എന്ത് ചെയ്യും? 7ഉം 5ഉം കൊണ്ട് 35ഉം ഇവിടെ 36 കൊണ്ടുവന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യും. അതിന് വരെ ഞാൻ 4നെയും 5നെയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് 20 കൊണ്ടുവന്നു, 0 കൊണ്ടുവന്നു. 9നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്ത് 63 കൊണ്ടുവന്നു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം എളുപ്പമായി മാറിയില്ലേ? അതുകൊണ്ടാണ് കുറച്ച് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി 1260. കാര്യം എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ലാസ്റ്റ് എക്സാമ്പിൾ ചോദ്യമാണ് എക്സസൈസിന് മുന്നേ ഉള്ള. അപ്പൊ നമുക്ക് എക്സാമ്പിൾ 16ലേക്ക് കടക്കാം. എക്സാമ്പിൾ 16 എന്താ പറയുന്നത്? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ആദ്യത്തെ ചോദ്യം അതാണ്, ഇൻഡിപെൻഡൻസിലെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ സിമ്പിൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എത്രയാണ്? ടോട്ടൽ എത്ര വേർഡ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്? 12 ഫാക്ടോറിയൽ. അതിൽ എത്രയാണ് സെയിം ആയിട്ടുള്ളത്? ഓക്കെ, 3 ലെറ്റേഴ്സ് സെയിം ഉണ്ട്, അതായത് 3 ഫാക്ടോറിയൽ ലെറ്റേഴ്സ് സെയിം ഉണ്ട്.
അല്ലെ? 3n n 3 ഉണ്ട്. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ അതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും കമന്റ് ചെയ്യുന്നതിന് മുന്നേ ആ തെറ്റ് ഇവിടെ തിരുത്തുകയാണ്. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ ഇൻഡിപെൻഡൻസ് എന്ന് എപ്പോഴും എടുത്തെന്ന് തോന്നുന്നു അല്ലെ? ആ, ഇൻഡിപെൻഡൻസിൽ ഞാനിപ്പോ ഇവിടെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ 2n എന്നേ പറഞ്ഞോളൂ. 3n ആണ് ഇവിടെ ഉള്ളത്. ടെക്നിക്കലി 3n ആണ്. ഓക്കെ, അപ്പൊ 3n ഉണ്ട്. പിന്നെ എന്താ വരുന്നത്? 4 ഈസ് വരുന്നുണ്ട്. പിന്നെ ഏതാ റിപ്പീറ്റ് വരുന്ന? 2 ഡീസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എത്രയാണ്? 3 ഫാക്ടോറിയൽ n, 4 ഫാക്ടോറിയൽ ഇ, 2 ഫാക്ടോറിയൽ ഡി. ഇതല്ലേ ശരി ഉത്തരം? ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1663200. എല്ലാവരും സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഇതായിരിക്കണം ശരി ഉത്തരം. എല്ലാവർക്കും സിംപ്ലിഫൈ ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 12 ഫാക്ടോറിയലിനെ എവിടെ വരെ കൊണ്ടുപോകാൻ? 12 into 11 into കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ആണ്, കുറച്ച് ചടങ്ങാണ്. ബട്ട് ആൻസർ വിൽ ബി ദിസ് 1663200. എല്ലാവർക്കും ഈ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഇതായിരിക്കണം ഇതിന്റെ ശരി ഉത്തരം. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത സബ് പാർട്സിലേക്ക് കൊടുക്കാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് the words that start with p. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ആ ഉള്ളത്? നമുക്ക് ടോട്ടൽ 12 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. 1 2 3 4 5 6 7 8 9 10 12. 4 12 അല്ലെ? ആദ്യത്തെ ലെറ്റർ പി ആയിരിക്കണം. ആദ്യത്തെ ലെറ്റർ പി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എത്രയാ ഉള്ളത്? 11. ബാക്കി 11ന് നമുക്ക് അങ്ങ് അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചാൽ പോരെ. അതിന് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 11 ഫാക്ടോറിയൽ ബൈ, ഇവിടെയും റെപ്പിറ്റീഷൻ. ആദ്യത്തെ ഫിക്സ്ഡ് ഒറ്റ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി അറേഞ്ച് ചെയ്യേണ്ടത് ബാക്കി 11 സ്ലോട്ട്സ് ആണ്. അതിന് 11 ലെറ്റേഴ്സ് ഉണ്ട്. 11 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിൽ 3 എണ്ണം സെയിം കൈൻഡ് ആണ്, 2 എണ്ണം സെയിം കൈൻഡ് ആണ്, 4 എണ്ണം സെയിം കൈൻഡ് ആണ്. സോ വാട്ട് വിൽ ബി ദി ആൻസർ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, 138,600 എന്ന് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, എല്ലാവർക്കും ചെയ്യാമല്ലോ, സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. ഞാൻ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ ജോലിയാണ്. ഞാൻ അതും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. പക്ഷെ സ്മാർട്ട് ആയിട്ട് എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ എല്ലാത്തിലും ഹിന്റ് തരുന്നുണ്ട്. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി 138,600. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. വേർ all the vowels occur, always occur together. ഓക്കെ, അടുത്ത പാർട്ട് ഇതാണ്. അപ്പൊ ഇതിൽ നമുക്ക് എത്രയാണ്? ഇൻഡിപെൻഡൻസ് ആണ്. ഇതിൽ വവൽസ് ഏതൊക്കെയാണ്? വവൽസ് ഐ ഉണ്ട്, ഈ 4 ഈസ് ഉണ്ട് അല്ലെ? ഇത്രയല്ലേ ഉള്ളൂ വവൽസ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വവൽസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 5 എണ്ണത്തിനെ ഒറ്റയ്ക്ക് അങ്ങാക്കി. ഈ 5 എണ്ണത്തിനെ ഒറ്റയ്ക്കാക്കിയ ബാക്കി എന്തൊക്കെയാ ബാക്കിയുള്ളത്? എൻ ഉണ്ട്, ഡി ഉണ്ട്, പി ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്, എൻ ഉണ്ട്, സി ഉണ്ട്. അപ്പൊ ടോട്ടൽ ബാക്കി എത്ര കാര്യമുണ്ട്? ബാക്കി 7 കാര്യമുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, ഡോട്ടറിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ ഈ 7 കാര്യത്തെ അറേഞ്ച് ചെയ്യുക. പിന്നെ ഇതിനെ ഒറ്റ ഒരു ബ്ലോക്ക് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അതായത് 7+1 ടോട്ടൽ 8 കാര്യങ്ങളല്ലേ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള കാര്യം പിടികിട്ടിയല്ലോ. സോ 8 രീതിയിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അതിൻ്റെ അകത്ത് എത്ര എണ്ണം സെയിം കൈൻഡ് വരുന്നുണ്ട്? 3 ends സെയിം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വല്ലതും 2 D സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. കാരണം എന്താ? ഈ 7 ലെറ്റർ പ്ലസ് ഇതിനെ ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാനുള്ളൂ. അതിന് നമുക്ക് 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. കഴിഞ്ഞോ? ഇല്ല. പിന്നെ ഇതിന്റെ ഇന്റേണൽ അറേഞ്ച്മെന്റ് എത്ര രീതിയിൽ പറ്റും? 5 ഫാക്ടോറിയൽ രീതിയിൽ പറ്റും. പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട്. അതിൽ 4 എണ്ണം സെയിം ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ എന്ന് ചെയ്യും. കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 8 into 7 into 5 6 into 5 വന്നു അല്ലെ? 5 ഫാക്ടോറിയലിന് 5 into 4 into 3 ഫാക്ടോറിയൽ വന്നു. ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയ ഇത് 2 ആയിട്ട് വന്നു. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 8 7s are 56 into 5 into 10 അല്ലെ? 56 into 5 എന്ന് പറയുന്നത് 5നെ നമുക്ക് 10/2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ 28 എന്ന് എഴുതി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് നമ്മുടെ ഉത്തരം ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്? 16800 എന്നുള്ള ഫൈനൽ ഉത്തരം വരുന്നതായിട്ട് കാണാം. എത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ചെയ്യാലോ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ into 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. ഞാൻ മൊത്തത്തിൽ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. സോ 8 into 7 into 6 into 5
ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇവിടെ വെട്ടിപ്പോയി, ഇൻറ്റു 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 അല്ലെ, ഇൻറ്റു 3 ഫാക്ടോറിയൽ അതും വെട്ടിപ്പോയി, ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ബാക്കിയുള്ളത്. 2ഉം ഇതും വെട്ടിപ്പോയി 2 ടൈംസ് വന്നു അല്ലെ, ഇത്രയല്ലേ നമുക്ക് വന്നേ. 8 7s are 56. 56 ഇൻറ്റു 30 ഇൻറ്റു 10, 18 റിമൈൻഡർ 1 വന്നു. സോ ദി ആൻസർ വിൽ ബി 16800. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ. ഇവിടെ ചെറിയൊരു മെസ്സപ്പ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് 16800. ലോജിക്ക് മനസ്സിലായാലും ഒന്നും കൂടെ പറയുകയാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ ബ്ലോക്ക് ആയിട്ട് വരുമ്പോൾ അതിനെ ഒരു സിംഗിൾ സാധനമായിട്ട് കൂട്ടുക, ബാക്കി 7 സാധനം പ്ലസ് ബ്ലോക്ക് 8 സാധനമുണ്ട്, അതിനെ അറേഞ്ച് ചെയ്യുന്ന 8 ഫാക്ടോറിയൽ രീതിയിൽ അതിൽ റെപ്പറ്റീഷൻ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയുക. പിന്നെ ഈ ബ്ലോക്കിലെ ഇന്റേണൽ അറേഞ്ച്മെന്റിനെ നമുക്ക് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ എന്ന് എഴുതി ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, ഇതിന്റെ തന്നെ മൂന്നാമത്തെ പാർട്ടായിട്ട് നമുക്ക് വരുന്നത് vowels never occur together. vowels never occur together അല്ലെ, അതെന്താണ് നമ്മളും ചെയ്തിട്ടുള്ളത്, അതെന്താണ് നമ്മൾ ചെയ്യുന്ന ടോട്ടൽ മൈനസ് കേസസ് വേർ ഓൾ ഒക്കർ ടുഗെദർ അല്ലെ. അപ്പൊ ടോട്ടൽ നമ്മൾ എത്രയുണ്ടെന്നായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് കേസസ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് 1663200 എന്ന് കണ്ടായിരുന്നു. മൈനസ് ദ കേസസ് വേർ ദേ ഒക്കർ ടുഗെദർ, അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു, എത്രയാണ് 16800 എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോ നമുക്ക് 001 ഫൈനൽ ആൻസർ എത്ര 1646400. ഇതായിരിക്കും നമ്മുടെ ശരി. എന്താണ് ടോട്ടൽ മൈനസ് ദ കേസസ് വേർ ദേ ആർ ടുഗെദർ വിൽ ബി ദ കേസ് വേർ ദേ ആർ നെവർ ഒക്കറിംഗ് ടുഗെദർ. ഓക്കെ, സോ 1646400 is the answer. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർത്ത് ചോദ്യം എന്താണ്, ഫോർത്ത് ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് നമ്മുടെ ഫോർത്ത് ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും സിമ്പിൾ ആണ്. vowels begin with I and end with P. സോ ഇപ്പോഴും നമുക്ക് 12 എത്ര ലെറ്റേഴ്സ് നമുക്ക് ഉള്ളത്, വീണ്ടും 12 ലെറ്റേഴ്സ് തന്നെയല്ലേ ഉള്ളത്. അല്ലെ, 12 ലെറ്റേഴ്സിൽ സ്റ്റാർട്ടിംഗ് വിത്ത് ഐ എൻഡിങ് വിത്ത് പി. ബാക്കി എത്ര സ്ലോട്ടാണ് നമുക്കുള്ളത്, ബാക്കി 10 സ്ലോട്ട്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് മാത്രം ചിന്തിച്ചാതെ 10 സ്ലോട്ട്സിന് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു രീതിയിൽ, ഇവിടെ ഒരു രീതിയിൽ, ബാക്കി 10 സ്ലോട്ട്സിനെ 10 കാര്യങ്ങളിലെ 10 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ അതില് 4 ഈസ് സെയിം ആയിട്ട് വരുന്നുണ്ട്, 2 ഡിസ് സെയിം ആയിട്ട് വരുന്നുണ്ട്, 3 എൻസ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 10 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ നമ്മുടെ ഉത്തരം 12600 എന്ന് വരും. ഇപ്പോഴും എന്താ ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ചോയ്സ് ഒന്നുമില്ല, അതിന് ഒറ്റ ഒരു രീതിയിലേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂ. ബാക്കി 10 സ്ലോട്ടിനെ 10 ഫാക്ടോറിയൽ ബൈ റെപ്പറ്റീഷൻ വരുന്നതിന് നമുക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് ചെയ്തു. സോ ദി ആൻസർ വിൽ ബി 12600. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ചോദ്യങ്ങൾ ഇതിന്റെ ചെയ്തു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ എക്സസൈസ് ചോദ്യം, അതായത് എക്സസൈസ് 7.3 ഉടനെ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് എവരിവൺ for watching. We will meet again. Until then, bye bye. Have a nice time. Don't forget to like, share and subscribe to my YouTube channel. എല്ലാവരും വീഡിയോസ് അയച്ചു കൊടുക്കുക, എല്ലാ സ്കൂൾ ചാനലിലും ഫാമിലി ചാനലിലും എല്ലായിടത്തും എത്തട്ടെ. We'll meet again. Until then, bye bye.